ഇഡലിക്കടൈ ധനുഷ് രചനയും സംവിധാനം നിർവഹിച്ച് ധനുഷ് തന്നെ നായകനായി ഒപ്പം നിത്യ മേനോൻ, സത്യരാജ്, അരുൺ വിജയ്, രാജ് കിരൺ തുടങ്ങിയവർ അഭിനയിച്ച ഈ തമിഴ് ഡ്രാമ മൂവിയെ കുറിച്ചാണ് ഇന്ന്. മധുരക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ ഇഡലിക്കട നടത്തുന്ന രാജ് കിരണിന്റെ മകനാണ് ധനുഷ്. പഠിപ്പൊക്കെ കഴിഞ്ഞ് ബാങ്കോക്കിൽ പോയി ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നാട്ടിലുണ്ടായ ഒരു അനിഷ്ട സംഭവത്തെ തുടർന്ന് പുള്ളിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഇഡലിക്കട പറയുന്നത്. ഇത് സ്പോയിലർ ഒന്നുമല്ല, ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചുമ്മാ നമ്മുടെ ബുദ്ധിയും ബോധവും ഒക്കെ പണയം വെച്ചിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു വൺ ടൈം കണ്ടു നോക്കബിൾ പടമാണ് ഇഡലിക്കട. ധനുഷ് നിത്യ മേനോൻ ടീമിന്റെ തിരുച്ചിത്രമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ആ സിനിമ ഭയങ്കര ജെനുവിൻ ആയിരുന്നു, നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു മിഡിൽ ക്ലാസ്സുകാരുടെ കഥ ഒന്നിലൊരു കൃത്രിമത്വം ഫീൽ ചെയ്തില്ല. ഈ ഇഡലിക്കടയും അങ്ങനെയാണോ എന്നാണ് ചോദ്യം. അതിനുത്തരം ഞാൻ ലാസ്റ്റ് പറയാം. പോസിറ്റീവ്സ് പറഞ്ഞാൽ നല്ല വിഷ്വലുകൾ, നല്ല മ്യൂസിക്. ജി.വി. പ്രകാശ് കുമാർ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അഭിനയിച്ച എല്ലാവരുടെയും അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള പെർഫോമൻസുകളും പടത്തിലുണ്ട്. അവിടെയുള്ള ചില നല്ല സീനുകൾ ഇമോഷണലി കണക്ട് ആക്കുന്നുണ്ട്. എല്ലാം അല്ല കേട്ടോ, ഇതൊക്കെ പടത്തിന്റെ മെയിൻ പോസിറ്റീവുകളാണ്. നായകൻ മുരുകനായിട്ട് വരുന്ന ധനുഷ് എനിക്ക് ഭയങ്കര ഡിഫറന്റ് ആയിട്ട് തോന്നിയ ഒരു കഥാപാത്രമോ പ്രകടനമോ ഒന്നും ആയിരുന്നില്ല. പുള്ളിയുടെ തന്നെ പല പഴയ കഥാപാത്രങ്ങളുടെയും ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. അതൊരു ഇഡലിക്കടക്കാരന്റെ റോളിൽ വേറൊരു ഡ്രസ് ഇട്ട് വന്നു എന്ന മട്ടിൽ ധനുഷിനെ തന്നെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അച്ഛനായിട്ട് വന്ന രാജ് കിരൺ നല്ല പെർഫോമൻസ് ആണ്. നിത്യ മേനോനും പുള്ളിക്കാരിയുടെ മറ്റു പടങ്ങളിൽ കാണുന്ന സെയിം ടൈപ്പ് റോള്, കുറച്ചുകൂടി പാവപ്പെട്ട നാട്ടിൻപുറത്തുകാരി ടൈപ്പ് ഒരു ഓർഡിനറി സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് കുറച്ച് ഡാർക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു എന്ന് മാത്രം. ഈ തിരുച്ചിത്രമ്പലത്തില് ധനുഷ് നിത്യ മേനോൻ കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു, പക്ഷെ ഇതില് അങ്ങനെ ഒരു ഫീൽ ഒന്നും തോന്നിയില്ല. സത്യരാജ് അവതരിപ്പിക്കുന്ന വിഷ്ണുവർദ്ധൻ, പിന്നെ മകനായിട്ട് വന്ന അരുൺ വിജയ്, മകളായിട്ട് വന്ന ശാലിനി പാണ്ഡെ ഒക്കെ ഒരു ടെംപ്ലേറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സ്ഥിരം പണക്കാർ വില്ലൻ ഗ്യാങ് എന്ന് പറയാം. അവര് അതുപോലെ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ശാലിനി പാണ്ഡെയുടെ ആദ്യം കുറച്ച് ഭാഗം കണ്ടപ്പോൾ ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് തോന്നും, പിന്നെ നല്ലവളായിട്ട് തോന്നും. അങ്ങനെ ഒരു കൺഫ്യൂസിങ് ക്യാരക്ടറാണ്. അവസാനം വന്നിട്ട് അപ്പൊ നമ്മൾ വില്ലന്മാരാണോ അച്ഛ എന്നുള്ള ചോദ്യമൊക്കെ കേട്ടിട്ട് ചിരിയാണ് വന്നത്. കണ്ടാൽ 60 വയസ്സ് തോന്നിക്കുന്ന സമുദ്രകനിയെ 35-കാരനാക്കിയതും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. പാർത്ഥിബൻ, ഗീത കൈലാസം, അങ്ങനെ കുറെ പേര് പടത്തിലുണ്ട്. കിരൺ കൗശിക്കിന്റെ ക്യാമറയും പ്രസന്ന ജി.കെയുടെ എഡിറ്റിംഗും ഒക്കെ വളരെ നോർമൽ ഒരു ഓക്കെ ഫീൽ ആണ് തന്നത്. എടുത്തു പറയാൻ തക്കതൊന്നുമില്ല. ഇതിൽ ധനുഷ് ആദ്യം ഇങ്ങനെ കാർ ഓടിച്ചു പോകുന്ന ഒരു സീനൊക്കെ ഈ ക്രോമ ചെയ്ത ആ ഒരു ബ്ലൂ സ്ക്രീൻ ഒക്കെ വളരെ വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു നൈറ്റ് സീൻ ഉണ്ട്, ഒരു ആക്ഷൻ സീനാണ് അരുൺ വിജയുമായിട്ടുള്ളത്. ആ സമയത്ത് സത്യരാജ്, ശാലിനി പാണ്ഡെ അമ്പലത്തിലൊക്കെ പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ അതിന്റെ ഒരു കളർ ടോണും ഒക്കെ കണ്ടിട്ട് ഇത് ഏത് ടൈം എന്നൊരു സംശയമാണ് തോന്നിയത്. മേക്കപ്പ് മാൻ അതുപോലെ പ്രോപ്പറായിട്ട് സാലറി കൊടുക്കാത്തതിന്റെ പ്രശ്നമാണോ എന്തോന്നറിയില്ല. നിത്യ മേനോന്റെ ഡാർക്ക് മേക്കപ്പ് ചില ദിവസങ്ങളിൽ ഇടാൻ മറന്നുപോയോ എന്നൊരു ഡൗട്ട് തോന്നി. തമിഴ് പ്രേക്ഷകരുടെ വീക്ക്നെസ്സുകൾ കൃത്യമായിട്ട് അറിഞ്ഞുണ്ടാക്കിയ, അങ്ങനെ മനസ്സിലാക്കി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് തോന്നിയത്. വളരെ ടെംപ്ലേറ്റ് ആയിട്ടുള്ള, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, മെലോഡ്രാമ ഓവറായിട്ട് നിറച്ചു വെച്ച ഒരു സ്ക്രിപ്റ്റ് ആണ്. തിരുച്ചിത്രമ്പലത്തിലെ അവരുടെ ഒരു പ്രണയവും ലൈഫും ഒക്കെ തന്നതുപോലെയുള്ള ആ ഒരു ജെനുവിൻ ഫീല് ഈ സിനിമ തരുന്നില്ല. അപ്പം ഇമോഷൻസിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഇമോഷണൽ സീൻസ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ആ ഒരു കൃത്രിമത്വം എഴുത്തിൽ ഇങ്ങനെ ഉടനീളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതില് തമിഴ്നാട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സീനുണ്ട്. ഇങ്ങനെ ഇഡലി അച്ഛന്റെ വേഷമൊക്കെ ഇട്ട് വന്നിട്ട് പാസത്തോടെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പഴയ ടേസ്റ്റ് കിട്ടും എന്ന വിധത്തിലുള്ള, അങ്ങനെ കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു സീന്. അത് ഭയങ്കര ക്രിഞ്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഇതുപോലെ ക്രിഞ്ച് സീനുകൾ ഒരുപാട് പടത്തിലുണ്ട് താൻ. പടം അങ്ങനെ മൊത്തത്തിൽ തരുന്ന ഒരു റിഗ്രസീവ് സന്ദേശവും ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് തോന്നി. നമ്മൾ വീണ്ടും പഴമയിലേക്ക് തിരിച്ചു പോകണം, ഇപ്പോഴും ആട്ടുകലയിൽ അരച്ച് ദോശ ചുട്ടോണം, അതാണ് സമാധാനം, അതാണ് നന്മ, അങ്ങനെയൊക്കെ പരോക്ഷമായിട്ട് സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട്. അതും ഇത് എഴുതിയിരിക്കുന്നത് കോടീശ്വരന്മാരായിട്ടുള്ള, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് നയിക്കുന്ന, യഥാർത്ഥ ജീവിതത്തിൽ സാധാരണക്കാരുടെ ലൈഫിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത നെപ്പോക്കിറ്റ്സ് ആണെന്നുള്ളതാണ് വലിയ തമാശ. അതുകൊണ്ട് തന്നെയാണ് ഇവരെഴുതുന്ന സാധാരണക്കാരുടെ കഥകൾക്ക് ആത്മാർത്ഥത ഫീൽ ചെയ്യാതെ പോകുന്നതും ക്രിഞ്ചായിട്ട് നമുക്ക് തോന്നുന്നതും ഒക്കെ. പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതിനുള്ള ഒരു അവസരം അപ്പൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഞാൻ ജനിച്ചപ്പോഴേക്കും അപ്പന് കാശായി, പിന്നെ ഒരു ഇത്തിരി കഷ്ടപ്പാടോ ദുരിതമോ അനുഭവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? എന്നിട്ട് കുറ്റം മുഴുവൻ എന്റെ. സെക്കൻഡ് ഹാഫിലൊക്കെ പടം പലയിടത്ത് നിർത്താമായിരുന്നു എന്ന് തോന്നി. പിന്നെ അതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ആകെ മൊത്തം ടോട്ടലിൽ പഴയ മാവിൽ ടെംപ്ലേറ്റ് ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ഈ ഇഡലിക്കടയിലെ വിഭവങ്ങൾ വലിയ ഇമ്പാക്ട് നൽകാതെയാണ് പോകുന്നത്. പലപ്പോഴും ഒരു വളിച്ച ഫീലാണ് പടത്തിന് നൽകാൻ കഴിഞ്ഞത്. ചില രംഗങ്ങളും സംഗീതവും ഒക്കെ നന്നായതുകൊണ്ട് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു ഓക്കേഷ് പടം എന്ന് പറയാം. അത്രേ ഉള്ളൂ. പടം തിയേറ്ററിലാണ് ഓടുന്നത്. 2 മണിക്കൂർ 27 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.